അപ്പോൾ ഇസ്രായേലിന് വേണ്ടി കൊട്ടേഷൻ എടുത്ത് അമേരിക്ക യുദ്ധം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ധാർമ്മികത അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ആവശ്യമില്ലാത്തൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ചൊറിഞ്ഞു, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ, പരമോന്നത നേതാവിനെ വധിച്ചു, അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി. അതും ആണവ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. മുമ്പ് ഇടയ്ക്ക് യുദ്ധം നിർത്താം, ചർച്ചയാകാം, അതുപോലെ തന്നെ റഷ്യയെ വിളിച്ചിട്ട് പുടിനുമായി ഫോണിൽ സംസാരിച്ചിട്ട് ഇറാനുമായി ചർച്ച നടത്തൂ എന്നൊക്കെ പറയുന്നു. റഷ്യ ചർച്ച നടത്തുന്നു, പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല. ഇറാൻ ഓരോ ദിവസം കഴിയും തോറും അവരുടെ മോഡ് ഓഫ് അറ്റാക്ക്, അതായത് അറ്റാക്കിൻ്റെ രീതികൾ പല വിധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്നും വളരെ വലിയ വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? ഇപ്പം നമുക്ക് ഓരോ നിമിഷവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ചൈനയുടെ ചാരക്കണ്ണുകൾ അമേരിക്കയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളെ ട്രാക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, അത് എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് വരെ കണ്ടുപിടിക്കുന്നു. കറക്റ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അത് പലപ്പോഴും ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ചൈനയിലെ ഒരു മിസാർ വിഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര നാളും നമ്മൾ കരുതിയിരുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കഴിവ് ഉള്ളത്, അമേരിക്കയ്ക്ക് മാത്രമാണ് അതിന് സാധിക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇത് ചൈനയിലെ വളരെ ചെറിയൊരു കമ്പനി അതിന് സജ്ജമായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ചൈനയുടെ ആ ഒരു പവർ എത്രമാത്രമാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു പവറാണ് ഇപ്പോൾ ഇറാൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക തീർച്ചയായും ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം. മറ്റൊന്ന്, രണ്ടാമത് അമേരിക്ക ഇപ്പോൾ ഒന്ന് വിറച്ചു തുടങ്ങിയിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഉത്തര കൊറിയ ഇറാന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. ഉത്തര കൊറിയ നമുക്കറിയാം പറയുന്നേക്കാളും മുമ്പ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആ ഒരു ഭയം അമേരിക്കയ്ക്ക് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്ക പറയുന്നത് ഇപ്പോൾ ഇറാൻ ഒരു സ്ലീപ്പർ സെല്ലുകൾ, അതായത് പല രാജ്യങ്ങളിലും അവർ ഉറക്കിക്കിടത്തിയിരിക്കുന്ന പല അവരുടെ ചാരന്മാരെ ഉണർത്താനുള്ള ചില കോഡുകൾ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വളരെ 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 വലിയ വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം എനിക്കറിയണം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഉത്തര കൊറിയയെക്കുറിച്ചാണ്. ഉത്തര കൊറിയയുടെ സപ്പോർട്ട് എത്രമാത്രമായിരിക്കും ഇനി ഇറാന് ലഭിക്കാൻ പോകുന്നത്? അമേരിക്ക എങ്ങനെയാണ് ഇനി ഭയപ്പെടാൻ പോകുന്നത്? അതാണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിദ്യ. എന്ന് മാത്രമല്ല, ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശ്രമങ്ങൾ അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് അമേരിക്ക എപ്പോഴും പറയുന്നത് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നു, ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ, തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു, അതൊക്കെ ഞങ്ങൾക്ക് ഭീഷണിയാണ്, ലോകത്തിന് ഭീഷണിയാണ് എന്ന ഒരു പൊതുചിത്രം ഉണ്ടാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇറാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ തന്ത്രം. അതുകൊണ്ടാണ് എപ്പോഴും ട്രംപ് ഇറാൻ ആണവശേഷി കൂട്ടുന്നു, ആണവ പരീക്ഷണം നടത്തുന്നു, ഇത് മനുഷ്യരാശിക്ക്, ലോകത്തിന് ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാദം ലോകം അംഗീകരിച്ചില്ല എന്നുള്ളിടത്താണ് ട്രംപിൻ്റെ പദ്ധതികൾ ആദ്യം പൊളിയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, അമേരിക്ക ഒരു ആണവശക്തിയാണ്. ആണവായുധം കൈവശമുള്ള അമേരിക്കയ്ക്ക് ആണവോർജ്ജത്തെ അല്ലെങ്കിൽ ആണവ പരീക്ഷണത്തെ എതിർക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത് എന്നുള്ളതാണ് ആദ്യം ഉയർന്നു വന്ന ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ അമേരിക്കയുടെ ഇത്തരം പ്രഭാഷണങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കഥകളെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് തുടക്കം മുതൽ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇറാൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കയ്യിൽ ആണവായുധമില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറയുന്ന അറ്റോമിക് സ്പേസ് എന്ന് പറയുന്നത് ഓപ്പണാണ്, അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്ക് അടക്കം ഇവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ്. ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്, അല്ലാതെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്, അത് ഞങ്ങളുടെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഇറാനൊപ്പം നിന്നു. ശരിയല്ലേ? ഒരു പരമാധികാര രാജ്യം, ഒരു റിപ്പബ്ലിക് രാഷ്ട്രം, ഒരു ഭരണാധികാരിയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന് അവരുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് മറ്റൊരു രാജ്യം തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതോടുകൂടി ട്രംപിൻ്റെ ആ കഥ ഏകദേശം, ആ ഭീഷണിപ്പെടുത്തൽ, അതായത് ലോകത്തിന് മുന്നിലേക്ക് ഇറാൻ ഒരു ഭീഷണിയാണ് എന്നിങ്ങനെ പറയുന്ന ആ ഒരു തന്ത്രം അവിടെ പൊളിഞ്ഞു. അടുത്ത ഘട്ടത്തിലാണ് ട്രംപ് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാനുണ്ട്, അത് ഇസ്രായേലിന് ഭീഷണിയാണ്, ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങൾക്ക് ലോകത്തിനൊക്കെ ഭീഷണിയാണ്, നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന നിലയിലേക്ക് വന്നത്. ഇതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ തിരക്കഥയായിരുന്നു. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരിക്കലും അമേരിക്കയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അമേരിക്കയിലേക്ക് ഇറാനിലിരുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ എത്തത്തുമില്ല, കാരണം 4000-4000 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അത് ഭീഷണി ഇസ്രായേലിനായിരുന്നു. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി കൊട്ടേഷൻ എടുത്ത് അമേരിക്ക യുദ്ധം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ധാർമ്മികത അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയും നേരിട്ടില്ല, ഒരു ഡയറക്റ്റ് ത്രെട്ട്
അമേരിക്കയ്ക്ക് ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് അമേരിക്ക ഈ യുദ്ധം ഇനിഷ്യേറ്റ് ചെയ്തു? അതാണ് രണ്ടാമത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അവിടെ പിന്തുണയില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി അവർ മിസൈൽ ഉണ്ടാക്കുന്നതിന് അമേരിക്ക എന്തിനാണ് തടയുന്നത്? ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതിനൊന്നും ഉത്തരവില്ലാതെ ട്രംപ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിശക്തമായ ആക്രമണം നടത്തുകയാണ്. അതായത് യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്, അല്ലാതെ ഇറാനല്ല. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായി ഇപ്പോൾ തന്നെ ലോകം അംഗീകരിക്കുന്നുണ്ട്. അതായത് ആവശ്യമില്ലാത്തൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ചൊറിഞ്ഞു, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ, പരമോന്നത നേതാവിനെ വധിച്ചു, അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി. അതും ആണവ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അമേരിക്ക പറഞ്ഞതനുസരിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ട് ഒരു ആണവ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത് പിടിച്ചു കെട്ടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് അതിനിടയിൽ കൂടി വന്ന് ഈ യുദ്ധം ആരംഭിക്കുന്നത്. അവിടെ മുതൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകളും അവരുടെ വാദങ്ങളും മൊത്തത്തിൽ ലോകത്തിന് മുന്നിൽ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ തന്ത്രപരമായി മുന്നോട്ട് പോയി. അവരാദ്യം മുതലേ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി പ്രാവർത്തികമാക്കുകയാണ്. അവരാദ്യം പറഞ്ഞു ഇത് മേഖലാ യുദ്ധമായി വളരും. ശരിയാണ്, അറബ് രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. രണ്ടവർ പറഞ്ഞു ഹോർമുസ് കടലെടുക്ക് അടയ്ക്കും, അത് ലോകത്തിന് മുഴുവൻ പ്രതിസന്ധിയാകും. അതവർ ചെയ്തു. ഹോർമുസ് അടച്ചു, അത് തുറക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, അവർ പറയുന്നു ഞങ്ങളെ ആക്രമിച്ചാൽ, ഈ യുദ്ധം തുടങ്ങി വെച്ച് ഞങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. അതും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം ഇറാൻ തീരുമാനിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല. ട്രംപ് ഇടയ്ക്ക് യുദ്ധം നിർത്താം, ചർച്ചയാകാം, അതുപോലെ തന്നെ റഷ്യയെ വിളിച്ചിട്ട് പുടിനുമായി ഫോണിൽ സംസാരിച്ചിട്ട് ഇറാനുമായി ചർച്ച നടത്തൂ എന്നൊക്കെ പറയുന്നു. റഷ്യ ചർച്ച നടത്തുന്നു, പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല. അറബ് രാജ്യങ്ങളാണെങ്കിൽ നേരെ തിരിഞ്ഞ്, ഇപ്പോൾ ട്രംപ് ആദ്യം വിചാരിച്ചത് ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഖത്തറൊക്കെ തീർത്ത് പറഞ്ഞു ഒരു കാരണവശാലും ഇറാനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, അവർ ഞങ്ങൾ എത്ര ആക്രമിച്ചാലും ഞങ്ങൾ തിരിച്ചാക്രമിക്കില്ല. കാരണം അത് മേഖലയുടെ വലിയ തോതിൽ, അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് ഉണ്ടാകും, അതൊരിക്കലും നടക്കില്ല എന്ന് ഖത്തറും പറഞ്ഞതോടെ ട്രംപിൻ്റെ ആ വക സ്വപ്നങ്ങളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ ഇനി ഇറാനെ ആക്രമിച്ചു തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിലേക്ക് ഒരുപാട് കാലം, കുറച്ച് നാൾ അതികഠിനമായി ആക്രമണം നടത്തിയാൽ ഇറാൻ സറണ്ടർ ആകും, പുതിയ ഭരണാധികാരി ഞാനുമായി ചർച്ചയ്ക്ക് വരും എന്നൊക്കെയായിരുന്നു ട്രംപിന് സ്വപ്നം ഉണ്ടായിരുന്നതെങ്കിൽ അത് തുടക്കത്തിലേ തന്നെ ഇറാൻ പൊട്ടിച്ചു കൊടുത്തു. കാരണം ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയാണ് വന്നത്. അദ്ദേഹം ഒന്നാമത് പിതാവിനേക്കാൾ അഗ്രസീവാണ്, കുറെ കൂടി അക്രമോത്സുകതയുള്ള, പാശ്ചാത്യരോട് വലിയ പക സൂക്ഷിക്കുന്ന ഒരാളാണ്. സ്വന്തം പിതാവിനെ വധിച്ചവരോട് കൂടിയുള്ള പക ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായിട്ട് ഇനി ഒരു കൂടിക്കാഴ്ചയോ ഒരു ചർച്ചയോ നേരിട്ട് നടക്കില്ല എന്നുള്ളത് ട്രംപിന് പൂർണ്ണമായ ബോധ്യമായി. അതുകൊണ്ടാണ് റഷ്യയും ചൈനയും ഒക്കെ ചർച്ചയ്ക്ക് വിടുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ഇറാൻ ഓരോ ദിവസം കഴിയും തോറും അവരുടെ മോഡ് ഓഫ് അറ്റാക്ക്, അതായത് അറ്റാക്കിൻ്റെ രീതികൾ പല വിധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ രാത്രി മാത്രം 37 ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ്റെ അവകാശവാദങ്ങളാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല, അവരിപ്പോൾ പുതിയൊരു രീതി സ്വീകരിച്ചിരിക്കുന്നത്, തുറമുഖ നഗരമായ ഹൈഫ, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ നഗരത്തിലെ എണ്ണ വാതക ശുദ്ധീകരണശാലകൾ, ഇന്ധന സംഭരണ ടാങ്കുകൾ തുടങ്ങിയവയൊക്കെ ലക്ഷ്യം വെച്ച് ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയിൽ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ വ്യാപകമായി പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു. 100 കണക്കിന് സ്ഥലങ്ങളിൽ ഒരേ സമയം സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യം ഇപ്പോൾ ഇസ്രായേലിലുണ്ട് എന്നാണ് ഇന്ന് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ആക്രമണ രീതി മാറുകയാണ്. അവർ കുറെ കൂടി പ്രിസൈസ്ഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് തന്നെ തുടർച്ചയായി മിസൈലുകൾ അയക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഏതാണ്ട് 35 മിസൈലുകൾ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഇറാൻ, ഡ്രോണുകൾ അടക്കം തകർത്തിരിക്കുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGC, ഇറാൻ്റെ പ്രധാനപ്പെട്ട സേന, അവർ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ നിരവധി പുതിയ മിസൈലുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഷെക്കൻ മിസൈലുകൾ, ഖൈബർ മിസൈലുകൾ, ഫത്ത, അങ്ങനെയുള്ള കുറേ പുതിയ നൂതനമായ മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ട്. അതുപോലെ 33ാം ആക്രമണ ഒരു വേവാണ്, അതായത് 33 ഘട്ടങ്ങളായിരിക്കുന്നു ഇറാൻ ആക്രമണം തുടങ്ങിയിട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കും.
അതായത് ഇസ്രായേലിൻ്റെ ഊർജ്ജ സൗകര്യങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തകർക്കുക. ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ തുടങ്ങിയൊക്കെയാണ്. കാരണം ഈ മിസൈലുകളൊക്കെ വഹിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടണമെങ്കിൽ ഇന്ധനം വേണം. അപ്പോൾ ആ ഇന്ധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ധന സംഭരണശാലകളൊക്കെ തകർക്കുക, ആണവ കേന്ദ്രങ്ങൾ തകർക്കുക. അങ്ങനെ യുദ്ധം തുടരാൻ ഇറാന് സാധിക്കാതിരിക്കുകയും ഒപ്പം തങ്ങൾക്കെതിരായ ഭീഷണി എന്ന് ഇസ്രായേൽ കരുതുന്ന ഇത്രയും വലിയ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് കളയുകയും ചെയ്താൽ പിന്നെ അങ്ങോട്ട് വലിയ ഭീഷണികൾ ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നത്. ആദ്യം മുതലേ അവരുടെ ഒരു ആക്രമണ ശൈലി അങ്ങനെയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ ഭൂഗർഭ അറകളിലുള്ള കിലോമീറ്ററുകളോളം ദൂരത്തിൽ പടർന്നു കിടക്കുന്ന പുതിയ പുതിയ ആയുധങ്ങൾ, വാഹനങ്ങൾ, മിസൈലുകളൊക്കെ ഇറാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക്, അതായത് എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇസ്രായേലിനെ വേദനിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ഇറാൻ ഇപ്പോൾ ആക്രമണം മാറ്റിയിരിക്കുന്നു. അവിടെയാണ് ഈ ചൈനയുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ചൈനയുടെ ചാരക്കണ്ണുകൾ ഇറാനെ സഹായിക്കുന്നു എന്ന സൂചന, എന്ന ചർച്ചയ്ക്ക് കാരണം ആദ്യഘട്ടത്തിൽ ഈ 12 ദിവസത്തിൽ ആദ്യഘട്ട യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇറാൻ പല ഭാഗങ്ങളിലേക്കും തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്രമണങ്ങൾക്കൊരു ഏകീകൃത സ്വഭാവം വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് അടിക്കുന്നത്. അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ബാറ്ററി തകർക്കുന്നു, അവരുടെ കൺട്രോൾ റൂം തകർക്കുന്നു, അവരുടെ പ്രധാനപ്പെട്ട ബേസുകൾ തകർക്കുന്നു. അതായത് അവരുടെ ശേഷി ഒറ്റ ആക്രമണത്തിലൂടെ വളരെയധികം കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അപ്പോൾ റഷ്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായം, റഷ്യയുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള സഹായം കിട്ടുന്നു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ ഉത്തര കൊറിയ കൂടി വന്നിരിക്കുകയാണ്. ഉത്തര കൊറിയ വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തതിന് ശേഷം മാത്രം പറയുന്നു എന്ന രീതിയിൽ പോകുന്ന ഒരു ഏകാധിപത്യ രാജ്യമാണ്. കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു കിളിപോയ ഭരണാധികാരിയാണെന്ന് പലരും പറയാറുണ്ട്. കാരണം സ്വന്തം രാജ്യത്ത് പോലും അയാളുടെ തോന്നിയവാസങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ ഒരാളെയും ബാക്കി വയ്ക്കില്ല. കുടുംബത്തിലെ ആളുകളെപ്പോലും, സഹോദരനെപ്പോലും കൊന്നുകളഞ്ഞതാണ് എന്ന ആരോപണം നേരിടുന്ന ഒരാളാണ് ഈ കിം ജോങ് ഉൻ. അപ്പോൾ ഈ കിം ജോങ് ഉന്നൊക്കെ ഈ യുദ്ധത്തിലേക്ക് വരുന്ന സാഹചര്യം വന്നു കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ഭയപ്പെടേണ്ടി വരും. കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഉത്തര കൊറിയയുടെ കയ്യിൽ. അവരത് പരീക്ഷിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യകാലത്തെ ഒരു സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞത് 37 മണിക്കൂറുമുണ്ട്, 72 മണിക്കൂറുമുണ്ട്, 3 ദിവസം കൊണ്ട് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യ വഴി ആണവായുധങ്ങൾ ഇറാനിലെത്തിക്കാൻ വേണമെങ്കിൽ കഴിയുമായിരുന്നു എന്നാണ്. അതായത് ഉത്തര കൊറിയ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർ ആണവായുധം ഇറാന് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഞെട്ടിക്കുന്നൊരു സാഹചര്യമാണ്. കാരണം അങ്ങനെ ഇറാനെ സംബന്ധിച്ചിനി മുന്നും പിന്നും നോക്കാനില്ല. അവരുടെ സകലതും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക്, സകലതും എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിശാസ്ത്രപരമായി അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്നുണ്ട്, വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അന്തിമ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് ഇസ്രായേലും അമേരിക്കയും പറയുന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഏൽപ്പിക്കുന്നു. ഇറാൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്, ലോഞ്ച് പാഡുകൾ തകർത്തിട്ടുണ്ട്, അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനും അമേരിക്കയും തെറ്റിപ്പോയത് ഈ പുറമേ കാണുന്നതല്ല ഇറാൻ്റെ കരുത്ത്. ഭൂമിക്കടിയിലൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്. പർവ്വത നിരകൾക്കിടയിൽ, മലമടക്കുകളിൽ, ഭൂമിക്കടിയിൽ, ഈ തീരങ്ങളിൽ, കടലിനോട് ചേർന്ന് കടലിലുള്ള ബോട്ടുകളിലും കപ്പലുകളിലും ഒക്കെ ആയിട്ട് ഇവർക്ക് കണ്ടെത്താൻ കഴിയാത്ത പലയിടങ്ങളിലും ഇറാൻ പലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ്. എന്ന് മാത്രമല്ല, നമ്മൾ കണ്ണാൽ കാണുന്നതല്ല, ഇറാൻ ഒരു വലിയ ഭൂപ്രദേശമാണ്. അതുകൊണ്ടാണ് ട്രംപ് ആദ്യം പരിമിതമായ യുദ്ധത്തിലൂടെ വിജയം നേടുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് 4 ആഴ്ച 8 ആഴ്ചയൊക്കെ ആയത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ട്രംപിനത് മനസ്സിലായത് ഇറാനെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല, കാരണം ആഴ്ചകളോളം നീണ്ടു നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിരോധം ഒരു വശത്ത് ഇറാൻ ശക്തമായി നടത്തുമ്പോൾ, ഓരോ ദിവസവും ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് സപ്പോർട്ടേഴ്സ് ആരുമില്ല. അമേരിക്കയെ സംബന്ധിച്ചുണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ യൂണിയൻ കൂടെയില്ല. ബ്രിട്ടൻ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളില്ല യുദ്ധത്തിനെന്ന്. അതിനുശേഷം ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഇറാനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പോപ്പ് 14 പറയുന്നു ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് പറയുന്നു. ഇപ്പോൾ UAEയും ഖത്തറും സൗദിയും ഒക്കെ എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകണമെന്ന് പറയുന്നു. അമേരിക്ക തന്നെ വളരെ പെട്ടെന്ന് ഈ യുദ്ധം നിർത്തേണ്ടി വരുമെന്ന തരത്തിൽ ട്രംപ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അഭിമുഖം കൊടുക്കുന്നു. അതിന് ട്രംപ് പറയുന്ന കാരണം ഞങ്ങൾ ജയിച്ചു, 3000-ഓളം ഇറാൻ കേന്ദ്രങ്ങൾ തകർത്തു, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്തിനാണ് യുദ്ധമെന്ന മട്ടിലാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അത് വലിയ പ്രകോപനമായി. തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലേക്ക് ഇറാനിയൻ മാധ്യമങ്ങൾ വലിയ പ്രകോപനം ഉണ്ടാക്കുന്നത്
നെതന്യാഹുവിൻ്റെ സഹോദരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അവിടുത്തെ മന്ത്രിയുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. നെതന്യാഹുവിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തകൾ ഇറാനിയൻ ന്യൂസ് ഏജൻസി പുറത്തുവിടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്. അതായത് ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ ആ അടിക്കുന്ന അടിയും കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയും പരമാവധി നാണം കെടുത്തുക, അല്ലെങ്കിൽ അവർക്കും അടി കിട്ടുന്നുണ്ട് എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുക. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങളെ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശം കൊടുക്കുക എന്നൊക്കെയാണ് ഇത് ടാക്റ്റിക്കലായിട്ടുള്ള നീക്കം. ഇസ്രായേൽ പറയുന്നു ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംശയങ്ങൾ, സ്പെക്കുലേഷൻസ്, ഇതുപോലെയുള്ള പല എന്താ പറയുക, ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന സന്ദേശം ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ചൈനയുടെ സപ്പോർട്ട് സംബന്ധിച്ച കാര്യം വരുന്നു. അതുപോലെ തന്നെ ഉത്തര കൊറിയ കൂടെ കൂടുന്നു, റഷ്യ വരുന്നു. അപ്പോൾ ഈ വിധത്തിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇറാന് പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, യുദ്ധം തുടങ്ങിയവർക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇറാൻ തന്നെ പറഞ്ഞു 6 മാസം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയുന്നു. അമേരിക്ക പരമാവധി പറഞ്ഞത് 8 മാസമാണ്. അമേരിക്ക യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് 8 മാസമാണ്. ഇറാൻ പറയുന്നത് ഞങ്ങൾ 6 മാസം വരെ സജ്ജരാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഇറാൻ ഫുൾ കൺട്രോളിലേക്ക് വരുന്നു. ഇറാന്റെ ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്, ഏതോ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഇറാൻ ഒറ്റയ്ക്കാണ്. ഈ ഒരു ലോക ശക്തികളോട് ഒന്ന് നേരെ നിന്ന് സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന രാജ്യങ്ങളുള്ള ഈ ഒരു ഭൂമിയിൽ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ധൈര്യത്തോടെ പറഞ്ഞൊരു രാജ്യമാണ് ഇറാൻ. അതിനുശേഷം ആ രാജ്യത്തിന് പിന്തുണയേറുകയാണ്. നമ്മൾ കാണുമ്പോൾ ഓരോരോ രാജ്യങ്ങൾ, റഷ്യ, ചൈന, ഇപ്പോൾ ഉത്തര കൊറിയ, അങ്ങനെ ഓരോ രാജ്യങ്ങൾ, പിന്നെ പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സപ്പോർട്ടായിട്ട്, നേരിട്ട് സപ്പോർട്ട് പല രാജ്യങ്ങളും പറയുന്നില്ല എങ്കിൽ പോലും അമേരിക്കയെ അനുകൂലിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം തന്നെ ഇറാൻ്റെ സപ്പോർട്ടാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഇറാൻ പതിയെ ആ ഒരു പശ്ചിമേഷ്യയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാണ് ഇപ്പോൾ, അല്ലേ? അല്ല, ഇറാനെ എല്ലാവരും ഭയക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പലരും പറയും ഇറാൻ തീർന്നു, അവസാനിച്ചു എന്നൊക്കെ. ട്രംപിൻ്റെ വാക്ക് കേട്ടിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നോക്കുന്ന വാർത്താ ഏജൻസികളോ അവർ നോക്കുന്ന വാർത്താ കേന്ദ്രങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ എന്നതിന് ഒരുപാട് തെളിവുകൾ പുറത്തു വരികയാണ്. അപ്പോൾ അമേരിക്ക പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു അമേരിക്കൻ മാധ്യമത്തിന് ട്രംപ് കൊടുത്ത അഭിമുഖത്തിൽ ട്രംപ് പറയുകയാണ് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ്, കാരണം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, 3000-ഓളം ഈ ഇറാൻ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം 21 സൈനികർ കൊല്ലപ്പെട്ടു, അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. 150-ഓളം ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചു എന്ന വാർത്ത വരുന്നു. ഈ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കുന്നത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് ഇറാൻ അത് നിർത്തണമെന്ന് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ പരിപൂർണമായി തകർന്ന ഒരു രാജ്യത്ത് 90%-ലധികം സൈനിക ശേഷി നശിച്ചു എന്ന് അമേരിക്ക പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവുക? അപ്പോൾ ഇതിൽ പറയാനുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അമേരിക്കയും ഇസ്രായേലും. അതാണ് ഇതിൽ സംഭവിച്ചു പോയത്. ഇറാനെ പരിപൂർണമായി ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ അത് തുറപ്പിക്കാൻ കഴിയും എന്നൊരു അമിത ആത്മവിശ്വാസം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ 2 വലിയ പടുകൂറ്റൻ പടക്കപ്പലുകൾ കൊണ്ടിട്ട് ട്രംപ് വെല്ലുവിളിച്ചത്. പക്ഷേ ആ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ പോയപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ റഷ്യയുമായും ചൈനയുമായും ചേർന്ന് സംയുക്ത നാവികാഭ്യാസം നടത്തി ഈ USS എബ്രഹാം ലിങ്കണിലേക്ക് ഒരു ഡ്രോണൊക്കെ അയക്കുന്ന സാഹചര്യം വന്നപ്പോൾ മുതൽ അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി തന്നെ ആക്രമിക്കാൻ പോയാൽ നമുക്കിട്ട് പണി കിട്ടും എന്ന് പറഞ്ഞതായി വാർത്തകളുണ്ടായിരുന്നു. അതായത് ട്രംപ് ചിന്തിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു പടക്കപ്പൽ കൊണ്ടിട്ടാൽ 2 പടക്കപ്പൽ കൊണ്ടിട്ടാൽ അവർ പേടിക്കും ആണെങ്കിൽ ഇറാൻ പക്ഷെ അങ്ങനെ പേടിക്കാൻ നിന്നില്ല. അപ്പോൾ പേടിക്കാൻ നിൽക്കാത്ത ഒരു രാജ്യത്തെ മരണം രക്തസാക്ഷിത്വമായി ആഘോഷിക്കുന്ന, അത് വീരചരമമാണെന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരികളെയും ജനങ്ങളെയും സൈന്യത്തെയും, അത് അമേരിക്കയെ പോലെ കൂലിപ്പട്ടാളമല്ല, അവരുടെ രാജ്യത്തിന് വേണ്ടി വീരചരമത്തിന് വേണ്ടി രക്തസാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നൊരു സൈന്യമാണ്. അപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവർ മരണത്തെ ഭയക്കുന്നില്ല, പിന്നെ എങ്ങനെ അവരെ ഭയപ്പെടുത്തും? ഒരു മനുഷ്യൻ ഭയക്കുന്നത്, ഏറ്റവും അധികം ഭയക്കുന്നത് മരണത്തെയാണ്. ആ മരണത്തെ സ്വീകരിക്കാൻ കൈവിരിച്ച് നിൽക്കുന്ന, അത് ഞങ്ങൾ എടുക്കുകയാണ്, ഞങ്ങൾ സന്തോഷത്തോടെ മരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സേനയെ പിന്നെ എന്ത് കാണിച്ചാണ് പേടിപ്പിക്കുക? അവിടെയാണ് ഈ ട്രംപിൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ് എന്നൊക്കെ പറയുന്ന ഈ പടക്കപ്പലുകളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ വിദ്യ? എന്നാലോചിച്ച് നോക്ക്. ഒരു ദിവസം 2, 3, 4 തവണ ട്രംപ് പറഞ്ഞിരുന്നതാണ് ഞങ്ങളുടെ പടക്കപ്പൽ അവിടെയുണ്ട്, തകർക്കും എന്ന് പറഞ്ഞിരുന്ന ആ മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ? ഇനി അവിടെ നിന്ന് പോയോ? എവിടേക്കെങ്കിലും നീങ്ങിയോ? ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ പടക്കപ്പലുകൾ പോയാൽ മതി. ഈ പടക്കപ്പലുകൾ അയച്ച് അവിടെ ഇറാനുമായൊരു നാവിക യുദ്ധത്തിൽ ഏർപ്പെട്ട്
ഇറാൻ്റെ ബോട്ടുകളും കപ്പലുകളും ഈ ഹൂത്തികളുടെ പടക്കപ്പലുകളൊക്കെ വരും. അതിനെയൊക്കെ തകർത്ത് ആ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കും എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ പടക്കപ്പലേ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 10-200ഓളം വരുന്ന എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്ന് മാത്രമല്ല, ഈ യുദ്ധകാര്യത്തിൽ ട്രംപിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല. ട്രംപ് ഇതിനു മുമ്പ് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്ത് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഓർക്കുന്നുണ്ടോ? അതിൽ പറഞ്ഞത് നിങ്ങൾ ആക്രമിച്ചോളൂ, നിങ്ങൾ ഇറാൻ്റെ ഭരണം പിടിച്ചോളൂ, നമ്മുടെ സൈന്യം ഇവിടെ റെഡിയാണ്, ഞങ്ങളിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അതും വിശ്വസിച്ച് കുറേ ആളുകൾ ഇറാനിൽ ആഭ്യന്തര കലാപം കത്തിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? അവരെ പിടിച്ച് രാജ്യദ്രോഹികളെന്ന്. ആ സമയത്താണ് ഈ പ്രതിഷേധക്കാർക്ക് ഒരു കാര്യം മനസ്സിലായത്, ട്രംപിന്റെ വാക്ക് വിശ്വസിക്കരുത്, തങ്ങളുടെ രാജ്യം തന്നെയാണ് ഭേദം എന്ന് മനസ്സിലായത് അപ്പോഴാണ്. തീർച്ചയായിട്ടും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ട്രംപ് ഈ വിധത്തിലൊക്കെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാകാത്തത്. ശരിക്കും ഇറാനിലെ ഭരണകൂടം ആയത്തുള്ള അലി ഖാംനെയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഭരണകൂടമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. പോട്ടെ, ഇറാനിലെ ജനങ്ങൾക്ക് ഒരു 15% ജനങ്ങൾക്ക് അല്ലെങ്കിൽ 20% ജനങ്ങൾക്ക് ആ ഭരണകൂടത്തിൽ എതിർപ്പുണ്ടെന്ന് തന്നെ വെക്കുക. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഇല്ലാതായിരിക്കുന്നു. കാരണം അവർക്ക് അവരുടെ രാജ്യമാണ് വലുത്, അവരുടെ രാജ്യവും അതിൻ്റെ പരമാധികാരവും തന്നെയാണ് വലുത്. ആ രാജ്യത്തെ ഭരിക്കാൻ അമേരിക്ക വരുമ്പോൾ തങ്ങൾ രണ്ടാം കിട പൗരന്മാരായി പോവുകയാണ്. ജനിച്ച മണ്ണിൽ മറ്റൊരു ശക്തിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരിക. അതായത് ആ രാജ്യത്തെ ഭരണകൂടവും ആ രാജ്യത്തെ ജനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു പാശ്ചാത്യ ശക്തി നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം അവിടെ വരുമ്പോൾ, അവരുടെ കളിപ്പാവകളായി അവിടെ ഒരു ഭരണകൂടം വരുമ്പോൾ തങ്ങൾ രണ്ടാം കിട പൗരന്മാരായി, തങ്ങൾ കോളനിവൽക്കരിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് അവർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവരൊറ്റക്കെട്ടായി നിൽക്കും. അതാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഇപ്പോൾ ഖാംനെയി മരിച്ചാൽ ഉടൻ തന്നെ അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടി ട്രംപിനെ വിളിക്കുമെന്നാണ് ട്രംപ് കരുതിയത്. ട്രംപിൻ്റെ ആ ഘട്ടത്തിലെ പോസ്റ്റുകളൊക്കെ അങ്ങനെയായിരുന്നു. ട്രംപ് പറഞ്ഞത് ഞാൻ ഇറാന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. തൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ടുക എന്നാണ് ഇറാനിലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ ട്രംപിൻ്റെ ആ ഇടപെടലോടുകൂടി മുജ്തബ ഖംനെയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ പിന്തുണ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു അരാജകത്വം ഉണ്ടാക്കി, അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ പോകുന്നതും അതുകൊണ്ടാണ്. എന്തായാലും യുദ്ധം സങ്കീർണമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ വിഷയം അത് അടയ്ക്കുന്നത് ലോകവ്യാപകമായി ഊർജ്ജ പ്രതിസന്ധിയിലേക്ക്, എണ്ണ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോവുകയാണ്. ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്ത ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം ഈ കാര്യത്തിൽ. ഒപ്പം മറ്റു രാജ്യങ്ങളൊക്കെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച് ഇവർക്കൊപ്പം നിൽക്കുമെന്ന കണക്കുകൂട്ടലും പാളി. അതോടുകൂടി ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും വല്ലാത്ത കുരുക്കിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും.